വിശിഷ്ടമായ ബിന്ദുസരസിൽ സൂക്ഷിച്ചിരുന്ന അതിവിശിഷ്ടമായ ഗദയും ശംഖും രത്നങ്ങളും എടുത്ത് മയൻ തിരിച്ച് ഇന്ദ്രപ്രസ്ഥത്തിലെത്തി മണിമയമായ സഭാസ്ഥലം നിർമ്മിച്ചു. പിന്നീട് ധർമ്മജൻ ആ സഭയിൽ പ്രവേശിച്ചു. 10,000 ബ്രാഹ്മണർക്ക് അന്നദാനം ചെയ്തു. പലതരം മാംസങ്ങൾ കൊണ്ടും നെയ്ച്ചോറുകൊണ്ടും പലതരത്തിലുള്ള കറികൾ കൊണ്ടും പാനീയങ്ങൾ കൊണ്ടും വിഭവസമൃദ്ധമായ സദ്യ നൽകി. ഖാണ്ഡവവന ദഹനത്തിനു ശേഷം അർജുനനും കൃഷ്ണനും അഗ്നിയിൽ നിന്നും അർജുനനാൽ രക്ഷിക്കപ്പെട്ട മയൻ എന്ന ദാനവേന്ദ്രനും ഭംഗിയേറിയ നദീതീരത്തിരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കെ ദേവശില്പിയായ മയൻ കൃഷ്ണന്റെ കോപത്തിൽ നിന്നും കത്തുന്ന അഗ്നിയിൽ നിന്നും തന്നെ രക്ഷിച്ച അർജുനന് പ്രത്യുപകാരമായി എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. എന്നാൽ അപകടത്തിലായ സന്ദർഭത്തിൽ രക്ഷിച്ചു എന്ന് വിചാരിച്ച് പ്രത്യുപകാരം ചെയ്യുവാൻ പാടുള്ളതല്ലെന്നും എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് കൃഷ്ണനു വേണ്ടി ചെയ്യുവാനും കൃഷ്ണനു വേണ്ടി മയൻ ചെയ്യുന്ന കാര്യം തനിക്ക് വേണ്ടി ചെയ്തതായി കരുതിക്കൊള്ളാമെന്നും അർജുനൻ മയനോട് പറഞ്ഞു. മയൻ ചോദ്യം തുടർന്നപ്പോൾ ധർമ്മജനു വേണ്ടി തക്കതായ ഒരു സഭ തീർക്കണമെന്ന് കൃഷ്ണൻ മയനോട് പറഞ്ഞു. മനുഷ്യലോകത്തിൽ മറ്റാർക്കും ഇതുപോലൊരു സഭ തീർക്കണമെന്ന് വിചാരിക്കുവാൻ പോലും കഴിയാത്തത്ര മനോഹരവും വിചിത്രവുമായിരിക്കണമെന്നും കൃഷ്ണൻ മയനോട് പറഞ്ഞു. കൃഷ്ണാർജുനന്മാർ ഈ വിവരം യുധിഷ്ഠിരനെ അറിയിച്ചു. യുധിഷ്ഠിരൻ മയനെ വേണ്ടവിധം സൽക്കരിച്ചു. സൽക്കാരങ്ങളെല്ലാം സ്വീകരിച്ച ശേഷം അസുരശില്പിയായ മയൻ സഭ തീർക്കുന്നതിനായി പുറപ്പെട്ടു. കൃഷ്ണന്റെയും അർജുനന്റെയും അഭിപ്രായമനുസരിച്ച് ബ്രാഹ്മണർക്ക് അന്നം നൽകി. ധനം ദാനം ചെയ്ത് മയൻ രമണീയവും ദിവ്യവും അതിമനോഹരവുമായ സഭ നിർമ്മിക്കുവാൻ 10,000 അടി ചുറ്റളവിൽ അതിനുള്ള കുറ്റി നാട്ടി. അതിനുശേഷം കൃഷ്ണൻ ദ്വാരകയിലേക്ക് മടങ്ങി. മയനാകട്ടെ കൈലാസത്തിന്റെ വടക്ക് സ്ഥിതി ചെയ്യുന്ന മൈനാകപർവ്വതത്തിലെ ബിന്ദുസരസിൽ പണ്ട് താൻ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ചിത്രപ്പണികളോടുകൂടിയ രത്നങ്ങളും 1000 ഗദയുടെ ശക്തിയുള്ള സ്വർണം കെട്ടിയ ഗദയും ദേവദത്തം എന്നു പേരായ അതിവിശിഷ്ടമായ ശംഖും എടുക്കുന്നതിനായി കൈലാസത്തിലേക്ക് പോയി. സുവർണ ശൃംഖങ്ങൾ ശോഭിക്കുന്ന മണിമയമായ പർവ്വതമാണ് മൈനാകം. അതിലുള്ള ബിന്ദുസരസിൽ പണ്ട് ഭഗീരഥൻ എന്നുപേരായ രാജാവ് ഗംഗയെ കാണുവാൻ തപസ്സു ചെയ്തു. അന്നു മുതൽ ഗംഗ ഭാഗീരഥി എന്നു പേരുണ്ടായി. നരനാരായണനും വിധിയും താണുവും യമനും 1000 യുഗം ചെല്ലുമ്പോൾ ഈ ബിന്ദുസരസിൽ വെച്ചാണ് സത്രം നടത്തുക. ഇങ്ങനെയുള്ള വിശിഷ്ടമായ ബിന്ദുസരസിൽ സൂക്ഷിച്ചിരുന്ന അതിവിശിഷ്ടമായ ഗദയും ശംഖും രത്നങ്ങളും എടുത്ത് മയൻ തിരിച്ച് ഇന്ദ്രപ്രസ്ഥത്തിലെത്തി മണിമയമായ സഭാസ്ഥലം നിർമ്മിച്ചു. വിശിഷ്ടമായ ഗദ ഭീമനും ദേവദത്തം എന്ന മുഖ്യമായ ശംഖ് അർജുനനും മയൻ നൽകി. മയന്റെ കൽപ്പനപ്രകാരം 8,000 കിങ്കരന്മാർ എന്ന രാക്ഷസരും സഭ സൂക്ഷിക്കുവാനായി ഉണ്ടായിരുന്നു. സഭയ്ക്കുള്ളിൽ മയൻ രത്നത്തണ്ടുകളോടുകൂടിയ താമരപ്പൊയ്കകൾ നിർമ്മിച്ചു. സ്ഫടിക കൽപ്പടവുകളും ചേറില്ലാത്ത ശുദ്ധമായ ജലത്താൽ പൊയ്കകളും ശോഭിച്ചു. ഇന്ദ്രനീല കല്ലുകൊണ്ട് ചുറ്റും തിണ്ണ നിർമ്മിച്ചു. ഇന്ദ്രനീല പടവകളോടുകൂടി ശോഭിക്കുന്ന പൊയ്കകൾ കണ്ട് രാജാക്കന്മാർ നിലമെന്ന് തെറ്റിദ്ധരിച്ച് അതിൽ വീണു. സഭയ്ക്ക് ചുറ്റും പൂത്ത മരങ്ങൾ തണലുണ്ടാക്കി. 14 മാസം കൊണ്ട് മയൻ സഭ പണികഴിപ്പിച്ച് യുധിഷ്ഠിരനെ വിവരമറിയിച്ചു. പിന്നീട് ധർമ്മജൻ ആ സഭയിൽ പ്രവേശിച്ചു. 10,000 ബ്രാഹ്മണർക്ക് അന്നദാനം ചെയ്തു. നെയ്യും പായസവും നല്ല തേനും കൂട്ടിക്കലർത്തിയ അന്നവും പലതരം മാംസങ്ങൾ കൊണ്ടും നെയ്ച്ചോറുകൊണ്ടും പലതരത്തിലുള്ള കറികൾ കൊണ്ടും പാനീയങ്ങൾ കൊണ്ടും വിഭവസമൃദ്ധമായ സദ്യ നൽകി. നാനാദേശത്ത് നിന്ന് വന്ന ബ്രാഹ്മണർക്ക് ധാരാളം വസ്ത്രങ്ങളും 1000 പശുക്കളെയും യുധിഷ്ഠിരൻ ദാനം ചെയ്തു. പാണ്ഡവന്മാരുമൊത്ത് മഹർഷിമാരും ഓരോരോ ദേശത്തു നിന്ന് വന്നെത്തിയ രാജാക്കന്മാരും സഭയിൽ കയറി. ആ സഭയിൽ പാണ്ഡവന്മാരും മഹാജനങ്ങളും ഗന്ധർവന്മാരും എല്ലാവരും കൂടിയിരിക്കുന്ന സമയത്ത് തേജസ്വിയായ നാരദൻ അവിടെ എത്തി. നാരദനെ കണ്ട് യുധിഷ്ഠിരൻ അനുജന്മാരോടുകൂടി നാരദനെ സ്വീകരിച്ച് സൽക്കരിച്ചു. പിന്നെ നാരദൻ യുധിഷ്ഠിരനോട് രാജാവിന്റെ ഗുണങ്ങളെക്കുറിച്ചും രാജഭരണത്തെക്കുറിച്ചും എല്ലാം സംസാരിച്ചു. യുധിഷ്ഠിരന്റെ സൽക്കാരങ്ങളെല്ലാം സ്വീകരിച്ച് നാരദൻ വിശ്രമിക്കുന്ന സമയത്ത് യുധിഷ്ഠിരൻ മയനാൽ പണികഴിപ്പിക്കപ്പെട്ട സഭയെക്കുറിച്ച് നാരദനോട് ചോദിച്ചു. പല ലോകത്തിലും സഞ്ചരിക്കുന്ന നാരദൻ ഇന്ദ്രപ്രസ്ഥത്തിൽ മയൻ പണികഴിപ്പിച്ച സഭയേക്കാൾ സുന്ദരമായ സഭ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് നാരദനോട് ചോദിച്ചു. യുധിഷ്ഠിരന്റെ ചോദ്യം കേട്ട് പുഞ്ചിരിച്ച നാരദൻ മർത്യലോകത്തിൽ അതുപോലെയൊരു സഭയില്ലെന്നു പറഞ്ഞു. പിന്നീട്
ഇന്ദ്രൻ, യമൻ, വരുണൻ, കുബേരൻ, ബ്രഹ്മാവ് എന്നിവരുടെ സഭയെക്കുറിച്ചും നാരദൻ യുധിഷ്ഠിരനോട് പറഞ്ഞുകൊടുത്തു.